രണ്ട് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ്, അവർ ഒരു വർഷം ഒരുമിച്ചായിരുന്നു എന്ന് വിചാരിക്കുക. അവർ തമ്മിലുള്ള സ്നേഹം എത്രമാത്രം ഉണ്ടായിരിക്കും എന്ന് നമുക്കറിയാം, നമുക്ക് ഊഹിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു പദം ഞാൻ ഉപയോഗിച്ചു, ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സാണ്. അവർ ഒരു വർഷം ഒരുമിച്ചായിരുന്നു. സ്തോത്രം. എന്നാൽ ആ കൂട്ടുകാർ, ആ ഫ്രണ്ട്സ് 10 വർഷം ഒരുമിച്ചായിരുന്നു എന്ന് വിചാരിക്കുക. അവർ തമ്മിലുള്ള ആ സ്നേഹം അത് ഏറ്റവും ആഴമായിരിക്കും. കാരണം അവർ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സാണ്. അവർ കൂടുതൽ പരസ്പരം അറിയുകയും കൂടുതൽ അവർ പരസ്പരം സ്നേഹിക്കുകയും അല്ലെങ്കിൽ കരുതുകയും ഒക്കെ ചെയ്തതുകൊണ്ട് അവർ കൂടുതൽ ആഴത്തിൽ അവർ പരസ്പരം സ്നേഹിക്കുവാൻ ഇടയായിത്തീരും. അവരുടെ ആ സ്നേഹബന്ധത്തിൻ്റെ അളവ്, അത് എത്ര കാലങ്ങൾ അവരൊരുമിച്ചിരിക്കുന്നു അത്രയും കാലം അത് വർദ്ധിച്ചു വരും എന്ന് നമുക്ക് അറിയാം. എന്നാൽ ഇന്നത്തെ ചോദ്യം, ഞാനും നിങ്ങളും നമ്മുടെ കർത്താവിനെ അറിഞ്ഞ് കർത്താവിനോട് കൂടെ വർഷങ്ങളായിട്ട് നടക്കുന്നവരാണ്. ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നതിനേക്കാൾ അധികം ആഴത്തിൽ ഞാനും എൻ്റെ കർത്താവും തമ്മിലുള്ള ബന്ധം ഉണ്ട്. എന്നാൽ നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കുക, എൻ്റെ യേശുവിനോടുള്ള സ്നേഹം വർദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് ചോദിച്ചു നോക്കിക്കേ. ഞാൻ രക്ഷിക്കപ്പെട്ട സമയങ്ങളിൽ എനിക്ക് അവനോടുണ്ടായിരുന്ന സ്നേഹം, അവനുമായി ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് അല്ലെങ്കിൽ സന്തോഷം, ഇന്ന് ഒരു 10, 5 അല്ലെങ്കിൽ 15, 20, 50, 60 വർഷങ്ങളായവരൊക്കെ ഇവിടെ ഉണ്ട്. എത്രമാത്രം ആ സ്നേഹം വർദ്ധിച്ചിട്ടുണ്ട്? എത്ര പേർക്ക് പറയാൻ കഴിയും ആ സ്നേഹം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്? എന്നാൽ മിക്കപ്പോഴും നമ്മൾ പറയും, അല്ലെങ്കിൽ ആ കാര്യം നമ്മൾ അങ്ങ് വിട്ടുപോയി. നമ്മൾ സാക്ഷിയൊക്കെ പറയുന്നവരാ. അവൻ എന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ അഭിമാനിക്കുന്നവരാ. അവൻ എന്നെ ഇതുവരെയും നടത്തി, ഞാൻ നടന്നതല്ല, അവൻ എന്നെ കൊണ്ടുവന്നതാണെന്നൊക്കെ പറയുന്നവരാ. എന്നാൽ ഇത്രയും വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതൊക്കെയുണ്ട്. എന്നാൽ എനിക്ക് എൻ്റെ യേശുവിനോടുള്ള സ്നേഹം വർദ്ധിച്ചിട്ടുണ്ടോ? Has my love for Jesus grown? യേശുവിനോടുള്ള എൻ്റെ സ്നേഹം വളർന്നുവോ? ഇന്നത്തെ മെസ്സേജിൻ്റെ ടൈറ്റിൽ അതാണ്. യേശുവിനോടുള്ള എൻ്റെ സ്നേഹം വളർന്നുവോ? നമ്മൾ എല്ലാം ആദ്യത്തേക്കാൾ അധികം ബ്ലെസ്സിങ്സ് റിസീവ് ചെയ്തവരാ യേശുവിൽ നിന്ന്, അല്ലേ? സ്തോത്രം. ഇന്നലെ അനീഷ് ബദർ പറഞ്ഞതുപോലെ നമുക്കെല്ലാവർക്കും ഒരുപാട് സാക്ഷ്യങ്ങൾ പറയുവാനുണ്ട് യേശു നടത്തിയ വിധങ്ങൾ. എന്നാൽ യേശുവിനുള്ള സ്നേഹത്തിൽ ഞാൻ എത്ര വളർന്നിട്ടുണ്ട്? ഇന്ന് ജൂലിയോട് ചോദിച്ചാൽ ജൂലിയ പറയും, ഞാൻ ആയുസിൻ്റെ പുതിയ വർഷത്തിലേക്ക് ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. വെൽ ഡൺ. എന്നാൽ കഴിഞ്ഞ കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ ഞാൻ ഓരോ ദിവസവും ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്നു, ഓരോ വർഷവും ഞാൻ വലുതായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ എൻ്റെ യേശുവിനോടുള്ള സ്നേഹം വളർന്നിട്ടുണ്ടോ? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ, നോട്ട് ഓൺലി ടു ജൂലിയ ബട്ട് ടു ഓൾ ഓഫ് us. ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ ആയുസിൻ്റെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. നമ്മളോട് ചോദിക്കണം, ഞാൻ വളരുന്നുണ്ട്, എന്നാൽ എൻ്റെ യേശുവിനോടുള്ള സ്നേഹം അത് വർദ്ധിച്ചു വരുന്നുണ്ടോ? ഹിയർ
ഈസ് പീറ്റർ. പീറ്ററിനെ കുറിച്ചൊക്കെ നമുക്ക് നല്ല പോലെ അറിയാം. 3.5 വർഷം യേശുവിനോടൊപ്പം നടന്നതാ. യേശു കഴിഞ്ഞാൽ അടുത്തയാളെന്ന് പറയാൻ പത്രോസായിരുന്നു. എല്ലാത്തിലും ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് ഒടുവ് എത്തി. അപ്പോഴേക്കും ഏറ്റവും ലാസ്റ്റ് എത്തിയപ്പോഴേക്കും ആ യേശുവിനെ തള്ളിപ്പറഞ്ഞു, റിജക്റ്റഡ്. മറ്റേ ഇന്ന് ഏതെങ്കിലും ഒരു വിശ്വാസി അങ്ങനെ തള്ളിപ്പറയുമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ചുരുക്കം ചിലർ കാണാമെങ്കിലും അതൊരു വലിയ റിജക്ഷൻ ആയിരുന്നു യേശുവിനെ സംബന്ധിച്ചിടത്തോളം. അത് കഴിഞ്ഞ് യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പത്രോസിന് 2 പ്രാവശ്യം പത്രോസുമായിട്ട് സംഭാഷിക്കുകയുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ആ കൂട്ടത്തോട് ഡിസൈപ്പിൾസുമായിട്ട് സംഭാഷിച്ചു, അവർക്ക് പ്രത്യക്ഷനായി. ഹല്ലേലൂയ. അതെല്ലാം കഴിഞ്ഞിട്ട് പത്രോസ് തൻ്റെ കൂട്ടുകാരെ എല്ലാം വിളിച്ചു. ആരൊക്കെയാണ് ആ കൂട്ടുകാരെ? സ്പിരിച്വൽ ഫ്രണ്ട്സാണ്. 3.5 വർഷം യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മറ്റു ശിഷ്യന്മാർ, യോഹന്നാനുണ്ട്, അവരെല്ലാം വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുക. ഐ എം ഗോയിങ് ബാക്ക് ടു ഫിഷിങ്. ഒരു 3.5 വർഷം മുന്നത്തെ എൻ്റെ ആ പ്രൊഫഷനിലേക്ക് ഞാൻ പോവുകയാണ്, പത്രോസ് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂന്നാമത് ഒരിക്കൽ കൂടെ യേശു ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വന്നു. എ തേർഡ് ടൈം. യോഹന്നാനാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ യോഹന്നാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ലേഖനത്തിന് ആ സുവിശേഷത്തിന് പ്രത്യേകതയുണ്ട്. ഏറ്റവും ഒടുവ് എഴുതിയ സുവിശേഷമാണ്. മറ്റ് ബുക്കുകളൊക്കെ പുതിയ നിയമത്തിലെ മറ്റ് ബുക്കുകളൊക്കെ എഴുതിയതിന് ശേഷം ഏറ്റവും ഒടുവ് ചില വർഷങ്ങൾക്ക് ശേഷം എഴുതിയതാണ് യോഹന്നാൻ്റെ സുവിശേഷം. അപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പറയാനായിട്ട് പരിശുദ്ധാത്മാവിന് ബാക്കിയുണ്ടെങ്കിൽ എല്ലാം ചേർത്ത് എഴുതിയ ബുക്കാണ് യോഹന്നാൻ്റെ സുവിശേഷം. അതിൻ്റെ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഇൻസിഡൻ്റാണ് ഹല്ലേലൂയ ഇത്. യേശു 40ഓളം നാളുകൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം യേശു സ്വർഗാരോഹണം ചെയ്യുകയാണ്. അതിനു മുന്നമേ ഉണ്ടായിട്ടുള്ള മേ ബി ദ ലാസ്റ്റ് ഇൻസിഡൻറ്റ് എന്ന് വേണം പറയുവാനായിട്ട്. അത് രേഖപ്പെടുത്തിയത് യോഹന്നാൻ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ആ വിഷയത്തിലേക്ക് നമുക്കൊന്ന് ചിന്തിക്കാം. അവിടെ യേശു ആ മൂന്നാമത്തെ വിസിറ്റ് ആഫ്റ്റർ റിസറക്ഷൻ, ശിഷ്യന്മാരുമായിട്ട് മൂന്നാമത്തെ വിസിറ്റ്, അവിടെ യേശു പത്രോസിനെ കണ്ട് പത്രോസിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാനൊക്കെ ആണെങ്കിൽ എന്ത് ചോദിക്കും? നീ എൻ്റെ കൂടെ 3.5 വർഷം നടന്ന് പിന്നെ എന്നോട് അവസാനം എന്നെ തള്ളിപ്പറയൊക്കെയാണല്ലോ ചെയ്തത്. ഒരുപക്ഷെ അതായിരിക്കും നമ്മൾ ചോദിക്കുക. അല്ലെ പിന്നെ ചോദിക്കും നമ്മൾ, എന്താ ഇപ്പം മീൻ പിടിക്കാൻ വേണ്ടി തിരിച്ചു പോവുകയാണോ? ആർ യു ഗോയിങ് ബാക്ക് ഫിഷിങ്? കാരണം അവിടെ വെച്ചാ പിടിക്കുന്നത്. അപ്പോൾ യേശു ചോദിക്കും, ഞാൻ നിന്നിലൂടെയാണ് എൻ്റെ സഭയൊക്കെ പണിയാന്ന് പറഞ്ഞിട്ട് അന്നൊക്കെ നീ ഭയങ്കര കാഴ്ചപ്പാടൊക്കെ ഉള്ള ആളായിരുന്നല്ലോ, ഇപ്പോൾ എന്ത് പറ്റി? ഇതൊക്കെ ഞാൻ ഉദ്ദേശിച്ചാണ്, ബൈബിളിലൊന്നും ഇല്ല കേട്ടോ. അത് എവിടെയാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരും അന്വേഷിക്കേണ്ട. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണ കോൺവെർസേഷൻ. എന്നാൽ യേശു ഇതൊന്നും അല്ല ചോദിച്ചത്. ദ ലാസ്റ്റ് മീറ്റപ്പ് വിത്ത് ഹിസ് ഡിസൈപ്പിൾ, അതിലേറ്റവും പ്രമുഖനായ പത്രോസിനെ പേരെടുത്തുകൊണ്ട് ചോദിച്ചു. എന്താ ചോദിച്ചത്? നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 21-ാമത്തെ അധ്യായം 15, 16, 17 വാക്യങ്ങൾ. അവൻ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ,
നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് ഉണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടോ എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്ക. മറ്റൊന്നും ചോദിക്കാതെ യേശു വളരെ സ്പെസിഫിക് ആയിട്ട് ആരോടാണ് ചോദിച്ചത്, ചോദിച്ച ചോദ്യം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. 3 പ്രാവശ്യം ഒരേ കാര്യം തന്നെയാണ്. ഇനി ചോദിച്ചത് കേട്ടില്ലെന്നോ അല്ലേ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ഞാൻ അല്പം ശ്രദ്ധിച്ചില്ലെന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. യേശു മറ്റൊന്നും ചോദിക്കാതെ അവർക്ക് നല്ല പ്രാതലെല്ലാം ഒരുക്കിയതിന് ശേഷം, അവരെ കഴിച്ചതിന് ശേഷം അവരോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഡു യു ലവ് മീ പീറ്റർ? നീ എന്നെ സ്നേഹിക്കുന്നു? നീ എന്നെ സ്നേഹിക്കുന്നു? ഇതാണ് യേശുവിന്. നിങ്ങൾ ആരെങ്കിലും ആരോടെങ്കിലും ഇപ്രകാരം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കേണ്ട ഒരു അവസരം വന്നെങ്കിൽ അത് വളരെ വേദനയോടെയുള്ളൊരു ചോദ്യമാണ്, അല്ലേ? നീ വാസ്തവത്തിൽ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഡു യു ലവ് മീ? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് വളരെ മനപ്രയാസത്തോടെ. യേശു അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു. സകലവും അനുഭവിച്ചതാണ്, എല്ലാം ചെയ്തു കൊടുത്തതാണ്. എന്നാൽ ഏറ്റവും നല്ലത് എക്സ്പെക്റ്റ് ചെയ്ത ആളാണ്. പക്ഷെ അവരിൽ നിന്നാണ്. ഇപ്പം ഞാൻ ജിജിയോട് ചോദിക്കുകയാണ്, ഡു യു ലവ് മീ എന്ന് ചോദിച്ചാൽ ഐ ബിലീവ് നോ നീഡ് ടു ആസ്ക്. പക്ഷെ ചോദിക്കേണ്ട ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ദർ ഇസ് സംതിങ് ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. അത് ചോദിക്കുന്ന ആളുടെ മാനസിക അവസ്ഥ നമുക്ക് മനസ്സിലാകണം. യേശുവിൻ്റെ മാനസിക അവസ്ഥ നമുക്ക് മനസ്സിലാകണം. ഡു യു ലവ് മീ? വേറെ ഒന്നുമല്ല ചോദിക്കുന്നത്. നീ എനിക്ക് വേണ്ടി ചെയ്തോ, നീ എന്തൊക്കെ അത്ഭുതം ചെയ്തു, അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ നടന്നോ, അല്ലെങ്കിൽ നീ ഇതൊന്നുമല്ല ചോദിക്കുന്നത്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? യേശുവിനെ പത്രോസിൻ്റെ അവസ്ഥ നല്ലതുപോലെ അറിയാം. പത്രോസ് ഈ കാര്യത്തിൽ ഒരുപാട് പുറകോട്ട് പോയിട്ടുണ്ടെന്ന് യേശുവിനറിയാം. അതിന് കാരണങ്ങളും ഒരുപക്ഷെ യേശുവിനറിയാം. പത്രോസ് ഇപ്പോൾ ആകെ പ്രയാസത്തിലാണ്. താൻ പെട്ടെന്നുള്ള ഒരു ഭയത്തിൽ റിജക്റ്റ് ചെയ്തു, അല്ലേ, യേശുവിനെ. അങ്ങനെ പലതും കൊണ്ടും താൻ നിരാശനാണ്. താൻ വളരെയധികം പ്രയാസത്തിലൂടെ കടന്നു പോകുന്നൊരു സാഹചര്യമാണ്. അത് കഴിഞ്ഞു തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ യേശു മരിച്ചു. ഇനി ഒന്നും പ്രതീക്ഷയില്ല. 40 ദിവസങ്ങളായി, നമുക്കിനി വേറെ ഒന്നുമില്ല. അതുകൊണ്ടായിരിക്കണം ഇനി നമുക്ക് മീൻ പിടിക്കാൻ പോകാം. നമ്മളിലേക്ക് നമ്മൾ നോക്കണ്ടേ? ജീവിതം എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ്. അവരെ കുറ്റം പറയുന്നില്ല, അവർക്ക് ആവശ്യമാണ്. മാത്രവുമല്ല, പത്രോസ് പോകുമ്പോൾ അവിടെ അതിൻ്റെ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട് ആരെയൊക്കെ വിളിച്ചെന്ന്. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന, യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോടൊക്കെ തന്നെയാണ്. അതിൽ പഴയ സുഹൃത്തുക്കളുണ്ടായിരുന്ന എല്ലാവരും കൂട്ടി, വാ നമുക്കിനി മീൻ പിടിക്കാം. അവരും പറഞ്ഞു, ഞങ്ങളും പോരുന്നു. യേശുവിൻ്റെ മാർവോട് ചേർന്നിരുന്ന യോഹന്നാനും അതിൽ പെടും. എല്ലാവരും കൂടെ അങ്ങനെ മീൻ പിടിക്കാം. അപ്പോൾ ഈ അവസ്ഥകളൊക്കെ യേശുവിന് നല്ലതുപോലെ അറിയാം. അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാഞ്ഞിട്ടല്ല, മിറാക്കിൾ കാണാഞ്ഞിട്ടല്ല, അവർ അനുഭവിക്കാഞ്ഞിട്ടല്ല, യേശു ദൈവമാണെന്ന് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ആ യേശുവിനോടുള്ള ആഴമേറിയ ആ ഒരു സ്നേഹബന്ധം അതവിടെ വന്നിട്ടില്ല. യേശു 3 പ്രാവശ്യം ചോദിച്ചു. എന്നാൽ 3 ചോദ്യത്തിനും യേശു പത്രോസ് എന്തുകൊണ്ടാണ് മൂന്നാമത്തെ ചോദ്യം കേട്ടപ്പോൾ അങ്ങ് ദുഃഖിച്ചു പോയത്? ഒരേ കാര്യം 3 പ്രാവശ്യം ചോദിച്ചുകൊണ്ടാണോ? അല്ലെങ്കിൽ താൻ സ്നേഹിക്കാത്ത? അല്ല. യേശുവിനും പത്രോസിനും നല്ലതുപോലെ അറിയാം ഈ സ്നേഹത്തിൻ്റെ അളവ് കുറേ അങ്ങ് മാറിപ്പോയിട്ടുണ്ട്, കുറേ ദൂരത്തായിട്ടുണ്ട്. സ്നേഹം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് അല്ല. നമ്മൾ പത്രോസ് യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ ചെയ്ത അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചല്ല. പക്ഷേ യേശുവിനോടുള്ള സ്നേഹത്തിൽ എങ്ങനെ മനസ്സിലാക്കാം? 3 പ്രാവശ്യം ചോദിച്ചു. ആദ്യം ചോദിച്ചത് എന്താണ്? അതാണ് യേശുവിന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. യേശു ചോദിച്ചത്, ഇവരെക്കാളൊക്കെ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവിടെ ആ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം അഗാപ്പെ ലവ് എന്നാണ്. നീ എന്നെ, ആ ഡീപ്പ് ഇൻറ്റിമേറ്റ് ലവ് ആണ്. ആ സ്നേഹം അതുമാത്രവുമല്ല, ആ സ്നേഹം ഇവരെക്കാൾ അധികമായി ഞാൻ നിന്നിൽ എക്സ്പെക്റ്റ് ചെയ്തു പത്രോസേ.
യേശുവിന് ചില എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ. വലിയ നന്മ ചെയ്തെന്നും ദൈവം എൻ്റെ കൂടെ നടന്നെന്നും ഇതുവരെ നടത്തി എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ യേശുവിനൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് കേട്ടോ. ഞാൻ അവനെ എത്രമാത്രം സ്നേഹിക്കണം. ഹല്ലേലൂയ. അധികം ക്ഷമിച്ചവൻ അധികം സ്നേഹിക്കും. ഹല്ലേലൂയ. അധികം റിസീവ് ചെയ്തവൻ അധികം സ്നേഹിക്കും. അപ്പോൾ പത്രോസിനോട് യേശുവിന് ചോദിക്കാനുണ്ട്, നീ ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. പത്രോസ് വേറെ വഴിയില്ല, പറഞ്ഞു അല്ലേ. രണ്ടാമത്തെ ചോദ്യം, അവിടെയും അഗാപ്പെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ ഒരു ക്ലോസ് മാറ്റി, ഇവരിൽ അധികമായി എന്നുള്ളത് ശരി പോട്ടെ, അല്പം ഒന്ന് താഴ്ത്തി. യേശു ചോദിച്ചത്, നീ എന്നെ സ്നേഹിക്കുന്നോ? പോട്ടെ, ഇവരിൽ അധികമായി എന്നുള്ളത് നിനക്ക് പറയാൻ വിഷമം കാണും. പോട്ടെ, നീ അത് വേണം, ഞാൻ സ്റ്റാൻഡേർഡ് ഒന്ന് കുറച്ച് കുറയ്ക്കാം. നീ എന്നെ സ്നേഹിക്കുന്നുവോ? അത് ചോദിച്ചപ്പോഴും പത്രോസിന് സങ്കടമായി, പത്രോസ് പ്രയാസം തോന്നിക്കാണും. യേശുവിനറിയാം അവൻ്റെ സ്റ്റാൻഡേർഡ് അവിടെ നിന്നും താഴെ പോയിട്ടാണ് കിടക്കുന്നത്. മൂന്നാമത്തെ ചോദ്യത്തിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അഗാപ്പയല്ല, ഫിലിയോ എന്ന പദമാണ്. ഒരു ബ്രദർലി ലവ്, മറ്റതൊരു ഡീപ്പ് ലവ് ആയിരുന്നെങ്കിൽ മൂന്നാമത്തെ ചോദ്യത്തിൽ യേശു ഉപയോഗിച്ച പദം എന്ന് പറയുന്നത്, പോട്ടെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? അതും കൂടെ ചോദിച്ചപ്പോഴാണ് യേശു ആ സ്റ്റാൻഡേർഡും താഴ്ത്തി അവനോട് ചോദിച്ചപ്പോഴാണ് പത്രോസിന് മനസ്സിലായത്, ഞാൻ എത്രയോ ദൂരത്താണ്. യേശുവിനോടുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ വളരെ ദൂരത്തായി പോയി എന്ന് പത്രോസിന് മനസ്സിലായതുകൊണ്ടാണ് പത്രോസ് അവിടെ വെച്ച് കരഞ്ഞത്. അവന് മനസ്സിലായി, നോ, ഹല്ലേലൂയ, യേശുവിൻ്റെ എക്സ്പെക്റ്റേഷൻ ഏറ്റവും വലുതായിരുന്നു. എന്നാൽ അവൻ ഇപ്പോൾ കിടക്കുന്നത് ഏറ്റവും താഴെയാണ്. സ്തോത്രം. യേശു തന്നെ പറയുന്നുണ്ട്, നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹം അത് കുറയുവാൻ സാധ്യതയുണ്ട്. പറഞ്ഞിട്ടുണ്ടോ? വായിച്ചാട്ടെ, മത്തായിയുടെ സുവിശേഷം 24:12. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. അധർമ്മം പെരുകുന്നത് കൊണ്ട് നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നത്, സ്തോത്രം, ഇതിന് യോജ്യമായ സംഗതികളല്ലാത്തത് കൊണ്ട് അത്ഭുത പ്രവൃത്തികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ദൈവനാമത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ ദൈവത്തോടുള്ള സ്നേഹം അത് കുറയും. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. സ്തോത്രം. മിനിസ്ട്രിക്ക് കുറവൊന്നുമില്ല, നമ്മൾ ചെയ്യുന്ന സർവീസിന് കുറവൊന്നുമില്ല, വർഷിപ്പിനൊന്നും കുറവൊന്നുമില്ല. കുറവ് വന്നിരിക്കുന്നത് സ്നേഹത്തിനാ കുറവ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, എത്രമാത്രം ദൈവത്തിന് വേണ്ടി നമ്മൾ ഓടുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ യേശുവിനോടുള്ള സ്നേഹത്തിൽ ഞാൻ എത്രമാത്രം വളർന്നിട്ടുണ്ട്? യേശുവിൻ്റെ ചോദ്യം അതാണ്, ഡു യു ലവ് മീ? ഹോശേയ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 6-ാമത്തെ അധ്യായം 3-4 വാക്യങ്ങൾ വായിച്ചാട്ടെ. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയാൻ നാം ഉത്സാഹിക്കുക. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയാൻ നാം ഉത്സാഹിക്കുക. എന്താണ് അറിയേണ്ടത്? നമുക്കറിയാവുന്ന കാര്യമുണ്ട്, അവൻ അത്ഭുത പ്രവർത്തകനാണ്, അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, എന്നെ ഇതുവരെ നടത്തിയതാണ്, എൻ്റെ കാര്യങ്ങൾ മുഴുവൻ ചെയ്യും, ഇനിയും മുന്നോട്ടും അവനത് നടത്തും. ഇതൊക്കെ നമുക്കറിയാവുന്നതാ. എന്നാൽ അവിടെ പറയുകയാണ്, അറിയുവാൻ ശ്രമിച്ചു കൊള്ളുക. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്, അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിൻമഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. അവൻ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മോട് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പെർഫെക്റ്റ് ആണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് പ്രഭാതം പോലെ, അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത്, ഇറ്റ്സ് ഡെഫിനിറ്റ്. അതുപോലെ തന്നെ അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്നു, പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. അവൻ നമുക്ക് ആശ്വാസമായി, വെളിച്ചമായി നമ്മുടെ പക്കൽ ഉണ്ട്. അടുത്ത വാക്യം, എഫ്രൈമേ, ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു? എന്നാൽ ഇവിടെ ഇതാ സങ്കടത്തോടെ യഹോവ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എഫ്രൈമേ, ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു?
ഞാൻ തക്ക സമയത്ത് ഉദയം പോലെ നിന്റെ അടുക്കൽ വന്നു, മഴ പോലെയും പിന്മഴ പോലെയും നിന്റെ അടുക്കൽ വന്നു. എന്നാൽ എഫ്രൈമേ, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യേണ്ടു? എന്താ കാരണം? വായിച്ചാട്ടെ. യഹൂദേ, ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു? ഞാൻ നിനക്ക് എന്തു ചെയ്യേണ്ടു? നിങ്ങളുടെ വാത്സല്യം പ്രഭാതമേഘം പോലെയും, നിങ്ങളുടെ വാത്സല്യം പ്രഭാതമേഘം പോലെയും പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞു പോലെയും ഇരിക്കുന്നു. പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞു പോലെയും ഇരിക്കുന്നു. ഹല്ലേലൂയ. അത് അല്പസമയത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം ലഭിക്കുമ്പോൾ മാത്രം കാണിക്കുന്ന ചിലതായിട്ട് നിൽക്കുന്നത് കൊണ്ട് യഹോവ ചോദിക്കുകയാണ്, ഞാൻ ഇനി എന്ത് ചെയ്യണം? വളരെ സങ്കടത്തോടെ നമ്മളിതൊക്കെ വായിക്കുന്നത് അതിൻ്റെ ഇന്നർ ഫീലിംഗ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണോ എന്ന് എനിക്കും അറിയത്തില്ല. ഞാനും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണോ എന്നുള്ളത് പലപ്പോഴൊക്കെ സംശയമാണ്. പക്ഷേ അവിടെ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉള്ളിലെ ഒരു ദാഹമുണ്ട്. എഫ്രൈമേ, യഹൂദയെ, ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ അടുക്കൽ വന്നതാണ്, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ കൂടെ നിന്നതാണ്. എന്നാൽ നിങ്ങളുടെ എന്നോടുള്ള പ്രിയം, വാത്സല്യം എങ്ങനെയുള്ളത്? പ്രഭാതമേഘം, അത് അല്പസമയത്തേക്ക് കാണത്തുള്ളൂ. പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞു പോലെ ഇരിക്കുന്നു. വളരെ വളരെ ഹ്രസ്വമായത്. അതല്ല എനിക്ക് വേണ്ടത് എന്ന് പറയുകയാണ്. നമ്മുടെ സ്നേഹം എത്രമാത്രം വളർന്നിട്ടുണ്ട്. നമ്മൾ വളർന്നിട്ടുണ്ട്, മിനിസ്ട്രിയിൽ വളർന്നിട്ടുണ്ട്, നമ്മുടെ പല ആക്ടിവിറ്റികളിൽ നമ്മൾ വളർന്നിട്ടുണ്ട്. എന്നാൽ അവനോടുള്ള സ്നേഹത്തിൽ ഞാൻ എത്രമാത്രം വളർന്നിട്ടുണ്ട്. അവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചതിലും നമ്മൾ വളർന്നിട്ടുണ്ട്, അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. എന്നാൽ എൻ്റെ അവനോടുള്ള സ്നേഹം അതെത്രമാത്രം ഉണ്ട്? വാസ്തവത്തിൽ നമുക്ക് ലഭിച്ചതോ നമ്മൾ ചെയ്യുന്നതോ എല്ലാം എങ്ങനെയായിരിക്കണം? അവനോടുള്ള സ്നേഹത്തിൽ നിന്ന് പുറപ്പെടുന്നതായിരിക്കണം. നമ്മുടെ സർവീസാണോ, ഒബീഡിയൻസ് ആണോ, നമ്മുടെ ഹോളിനെസ് ആണോ, നമ്മുടെ പെർസിവറൻസ് ആണോ, കർത്താവിന് വേണ്ടി ചെയ്യുന്നത് എല്ലാം അവനോടുള്ള സ്നേഹത്തിൽ നിന്ന് ഉളവായതല്ല എങ്കിൽ അതിനെല്ലാം വില വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ആയില്ല, മറിച്ച് ആ ചെയ്യുന്നത് മുഴുവനും അവനോടുള്ള സ്നേഹത്തിൽ നിന്ന് ഉളവാകുന്നതാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ അനുസരിക്കുന്നുണ്ട്, നമ്മുടെ ഒബീഡിയൻസ് ഉണ്ട്, നമ്മുടെ സർവീസ് ഉണ്ട്, നമ്മുടെ ഹോളിനെസ് ഉണ്ട്, നമ്മുടെ പെർസിവറൻസ് ഉണ്ട്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. നമ്മളൊന്ന് നോക്കിക്കേ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവർ, എത്രയോ കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. ഇന്നലെ വളരെ നന്നായിട്ട് ഓടിയ പെട്ടെന്ന് ഒരു ന്യൂസ്, അയ്യോ അത് നല്ലതല്ലായിരുന്നു. അന്നേരം നമുക്ക് മനസ്സിലാകുന്നത്, അയ്യോ ഈ മനുഷ്യൻ ഇപ്രകാരമായിരുന്നോ, അല്ലേ? എത്ര ഇൻസിഡൻറ്റുകളുണ്ട്. എന്നാൽ പുറത്തു വന്നതല്ലേ നമുക്കറിയത്തുള്ളൂ, ഉള്ളിലുള്ളത് എന്താണെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ പത്രോസിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് മനസ്സിലാക്കിയ യേശു അവനോട് ചോദിച്ച ചോദ്യം ഇത് മാത്രമാണ്: നീ എത്രമാത്രം ഇനി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുമോ, അല്ലെങ്കിൽ നീ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നേ, ചർച്ച എങ്ങനെയാ ബിൽഡ് ചെയ്യാൻ പോകുന്നേ, ഇതൊന്നുമല്ല. നീ ഈ ഒരു ചോദ്യത്തിന് മുന്നിൽ നിനക്ക് ഉത്തരം പറയാൻ പറ്റിയാൽ നീ ചെയ്യുന്നതെല്ലാം എനിക്കിഷ്ടമാണ്. നിന്നെക്കൊണ്ട് അത്ഭുത കാര്യങ്ങൾ ചെയ്യിക്കുവാനും എന്നാൽ കഴിയും. നീ എന്നെ സ്നേഹിക്കുന്നു. ഡു യു ലവ് മീ? ഇന്ന് നമ്മിലേക്ക് തന്നെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ചോദിക്കാം, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അല്ല, എൻ്റെ സ്നേഹം അവനോടുള്ള ആഴമേറിയ ബന്ധത്തിൽ നമ്മളെല്ലാവരും പറയും, എൻ്റെ ഏത് കൂട്ടുകാരനേക്കാൾ ഉപരിയായി ഞാൻ എൻ്റെ യേശുവിൻ്റെ കൂടെ നടക്കുന്നതെന്ന്. ആ സ്നേഹിതനുമായിട്ട് ഇത്രയും വർഷങ്ങൾ, ഇത്രയും കാലങ്ങൾ നടന്നപ്പോഴാ എനിക്ക് ആ സ്നേഹിതനോടുള്ള സ്നേഹം എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ ആരാധനയിൽ, എൻ്റെ സർവീസിൽ, എൻ്റെ ഹല്ലേലൂയ ഗിവിങ്ങിൽ, എൻ്റെ ജീവിതത്തിൽ എല്ലാം അത് വെളിപ്പെടുന്നുണ്ടോ? ഞാൻ എല്ലാ ആഴ്ചയും മുടങ്ങാതെ ആരാധനയ്ക്ക് കടന്നു വരുന്നു, ശരി തന്നെ. നിന്റെ യേശുവിനോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തുന്നതാണോ അതോ നീ ഒരു റൂട്ടീൻ
പ്രാക്ടീസായിട്ട് പോകുന്നതുമാണോ? നിന്റെ യേശുവിനോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തുന്നതാണോ നീ എല്ലാ ആഴ്ചയും വരുന്നത്? ആക്ടിവിറ്റികൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നവരാണ്. നാം കുറച്ച് പേരെ ഉള്ളെങ്കിലും നമ്മുടെ ചർച്ചിൻ്റെ പ്രത്യേകത എല്ലാവരും ഇൻവോൾവ്ഡാണ്. അടുത്ത ആഴ്ച അല്ലേ ലീഡേഴ്സ് ആൻഡ് വോളണ്ടിയേഴ്സ് അപ്രിസിയേഷൻ. ആരെയും മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല. നമുക്ക് അവർ ചോദിച്ച ചർച്ചിൻ്റെ പേര് ചർച്ചിൻ്റെ എല്ലാ അംഗങ്ങളെയും കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് പേരെയും കൊടുത്തു. പക്ഷേ നമുക്കറിയാം എല്ലാവരും ഒരുപോലെ കരുതുകയും ചെയ്യുന്നു. നല്ലത്. ഐ എം സോ പ്രൗഡ് ഓഫ് ദ ചർച്ച്. എന്നാൽ ചോദ്യം ഇതാണ്, യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്നുളവായതാണോ നാം ചെയ്യുന്നത്? നമ്മോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക. സ്തോത്രം. നമ്മുടെ മിനിസ്ട്രി ആകട്ടെ, നമ്മുടെ കർത്താവിന് വേണ്ടി ചെയ്യുന്ന എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അവനോടുള്ള സ്നേഹത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത് അടുത്തൊരാൾക്ക് അറിയത്തില്ലായിരിക്കും, ഈവൻ ഫാമിലിക്ക് അറിയത്തില്ലായിരിക്കും. എന്നാൽ ഇതറിയുന്നവൻ്റെ മുന്നിലാണ്, അവന് വേണ്ടിയാ ഞാനും നിങ്ങളും ഇത് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. ഇതെല്ലാം ഇതൊക്കെ നമ്മൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും, നമ്മുടെ അറ്റൻഡൻസ്, നമ്മുടെ ആക്ടിവിറ്റീസ്, നമ്മുടെ സർവീസ് ഇതൊക്കെ നന്നായി ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും അവനോടുള്ള സ്നേഹം അത് കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. എഫേസൂസ് ചർച്ചിന് വേണ്ടി എഴുതുമ്പോൾ അല്ലേ, വെളിപ്പാട് പുസ്തകം റെവലേഷൻ ചാപ്റ്റർ 2 വായിച്ചാട്ടെ, അതിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സ് 2, 3 and 4. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തോലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തോലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും. എന്തൊക്കെയാ അവർ ചെയ്തതെന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ചെയ്യുന്നതൊക്കെ ചെയ്തിട്ടുണ്ടോ? അല്ല, അവർ ചെയ്ത് മുഴുവൻ നമ്മൾ ചെയ്തോ? ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി, യു ഹവ് ഡൺ വെരി വെൽ, യു ഹവ് ഡൺ വെരി വെൽ. നിന്റെ പ്രവൃത്തി, പിന്നെ നിന്റെ പ്രയത്നം, സമയം അല്പം പോലും ചിലവാക്കാതെ നീ എല്ലാം എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. നിന്റെ പ്രവൃത്തി. പിന്നെ പറഞ്ഞിരിക്കുന്നു നിന്റെ സഹിഷ്ണുത, യു ആർ വില്ലിംഗ് ടു സഫർ എവറിത്തിങ് ഫോർ ഗാഡ്. കർത്താവിന് വേണ്ടിയല്ലേ, ഞാൻ ചെയ്യാം. പിന്നെ പറഞ്ഞിരിക്കുന്നു കൊള്ളരുതാത്തവരെ നിനക്ക് നമ്മൾ വളരെ കെയർഫുള്ളാണ്. കർത്താവിൻ്റെതല്ലെന്ന് തോന്നുന്നവരെ നമുക്ക് നോ. അത് നമ്മൾ വളരെ പെർഫെക്റ്റ്, കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പസ്തോലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പസ്തോലൻ പറയുന്നവരെ പരീക്ഷിച്ച്, ഈ ടെസ്റ്റഡ് ആൻഡ് പ്രൂഫ്ഡ്, യു ആർ ഡൺ വെരി വെൽ. പക്ഷെ നിന്നിലേക്ക് തന്നെ നോക്കാൻ നീ മറന്നുപോയി. അവിടെ പറയുന്ന കുറവ് അതാണ്. നിന്റെ പ്രവൃത്തി ഉണ്ടായിരുന്നു, പ്രയത്നമുണ്ടായിരുന്നു, മറ്റുള്ളവരെ നീ തിരിച്ചറിഞ്ഞു, ഇതൊക്കെ നീ ചെയ്തു. നിനക്ക് സഹിഷ്ണുതയുള്ളത്, നീ വളരെ എന്താ പറയുക, നീ പേഷ്യൻസ് ആണ്, നീ യു ആർ ബെസ്റ്റ്. എൻ്റെ നാമത്തിന് വേണ്ടി നീ സഹിക്കാൻ നീ തയ്യാറായിരുന്നു. നമ്മളിതൊന്നും ആയിട്ടില്ല കേട്ടോ. ആ ചർച്ചിനോട് പറയുമ്പോൾ നീ ഇതൊക്കെ ചെയ്തു, എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു, ഐ നോ. ഇത്രയും പെർഫെക്റ്റാണ് ആ ചർച്ച്. എന്നാൽ ഒരു കുറവ് നിനക്കുണ്ട്. There is one thing that lack. എന്താണത്? അവിടെ പറഞ്ഞു, അടുത്ത വാക്യം വായിച്ചാട്ടെ. എന്റെ സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞുവെന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ഒരു കുറ്റം പറയാനുണ്ട്. നിന്റെ ആദ്യ സ്നേഹം അത് കുറഞ്ഞുപോയി, വിട്ടുപോയി. അത് വർദ്ധിച്ചു വരേണ്ടുന്നിടത്ത് അതിന് മങ്ങൽ പറ്റിയിരിക്കുന്നു. ഇറ്റ് ഗ്രോ കോൾഡ്. അതിന് മങ്ങൽ പറ്റിയിരിക്കുന്നു. എല്ലാം ചെയ്യുന്നവരും നല്ലപോലെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അവസരം കിട്ടുമ്പോഴൊക്കെ പ്രസംഗിക്കുന്ന ഞാനും നല്ലതുപോലെ ചിന്തിക്കേണ്ട കാര്യമാണ്.
യേശുവിനോടുള്ള സ്നേഹം എത്രമാത്രം നീ വളർന്നിട്ടുണ്ട്? യേശുവിന് ആവശ്യം അതാണ് കേട്ടോ. അവൻ സ്നേഹമാണ്. അവൻ നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് ഇതൊക്കെ അവൻ ചെയ്തത്. അല്ലാതെ നമുക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്തു കുറേ കഴിഞ്ഞപ്പോൾ സ്നേഹം ഉളവായതല്ല. എന്നതുപോലെ നമ്മുടെ ജീവിതം ആ സ്നേഹം എന്ന ആ ഉറവയിൽ നിന്ന് ഉരുവാകുന്നതായിരിക്കും. നമ്മുടെ പ്രവൃത്തി ആയിക്കൊള്ളട്ടെ, നമ്മുടെ അറ്റൻഡൻസ് ആയിക്കൊള്ളട്ടെ, നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നതായിക്കൊള്ളട്ടെ, നമ്മൾ കൊടുക്കുന്നതായിക്കൊള്ളട്ടെ, സ്തോത്രം, എല്ലാം ആ സ്നേഹത്തിൽ നിന്ന് ഉളവാകണം. യേശു നമുക്ക് വേണ്ടി ചെയ്തത് മുഴുവനും സ്നേഹത്തിൽ നിന്ന് ഉളവായത് മാത്രമാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ചെയ്യുന്നത് ഈ സ്നേഹത്തിൻ്റെ ബേസിൽ അല്ലെങ്കിൽ അവനത് വേണ്ട. അതുകൊണ്ടാണ് ആ ചർച്ചിനോട് പറഞ്ഞത്, നീ എല്ലാം നന്നായി ചെയ്യുന്നുണ്ട്, പക്ഷേ ആദ്യ സ്നേഹം വിട്ട്. അവർക്ക് ഇപ്പോൾ സ്നേഹം ഇല്ല എന്ന് പറഞ്ഞില്ല അല്ലേ? എന്നാൽ യേശു എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ആ ആദ്യ സ്നേഹം അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ പിന്നെയും കൊള്ളായിരുന്നു, അത് ഇൻക്രീസ്. അപ്പം യേശു മോണിറ്റർ ചെയ്യുന്നൊരു കാര്യം എന്താണ്? നമ്മുടെ അവനോടുള്ള സ്നേഹം. ഒരുപാട് പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഒരുപാട് പ്രസംഗിക്കുമ്പോഴും പാട്ടുപാടുമ്പോഴും അവൻ മോണിറ്റർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ സ്നേഹത്തിൻ്റെ ലെവൽ എവിടെയാ? അത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ താഴെ കിടക്കുക. പത്രോസിനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് എല്ലാം ഉണ്ടെങ്കിലും അവൻ റിജക്റ്റ് ചെയ്തതൊക്കെ ഓക്കെ, ഒരു പ്രഷർ വന്നു, അവൻ അവിടെ വെച്ച് റിജക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അതൊക്കെ ഓക്കെ. പക്ഷേ അവൻ അറിയേണ്ടത് അതൊന്നുമല്ല. നിന്റെ സ്നേഹം നിനക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുവാണെങ്കിലേ റിജക്ഷനോ അല്ലെങ്കിൽ നീ ഓടിപ്പോയതോ മീൻ പിടിക്കാൻ പോയതോ ഇതൊന്നും ഒരു വിഷയമല്ല. ആ സ്നേഹം അവന് മനസ്സിലാക്കി. അടുത്ത നിമിഷം മുതൽ അവൻ മാറി. ഹല്ലേലൂയ. അവന് പിടികിട്ടി ഞാൻ ചെയ്യേണ്ടത് അവനെ സ്നേഹിക്കുകയായിരുന്നു. ദൈവമക്കളെ, ഞാനും നിങ്ങളും ശോധന ചെയ്യേണ്ട കാര്യം ഇതാണ്. നമുക്ക് യേശുവിനോടുള്ള സ്നേഹത്തിൽ നമ്മൾ എങ്ങനെയാണ്? നമ്മുടെ പ്രയർ എന്ന് പറയുന്നത് ഇനി ട്യൂസ്ഡേ പ്രയർ, തേഴ്സ്ഡേ പ്രയർ, ലേഡീസ് പ്രയർ, കോമൺ പ്രയർ, ഫാസ്റ്റിംഗ് പ്രയർ, ഇറ്റ് ഷുഡ് നോട്ട് ബി എ ഡ്യൂട്ടി, ബട്ട് ഇറ്റ് ഹാസ് ടു ബി എ ഡിലൈറ്റ്. അവനോട് സ്നേഹമുണ്ടെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ അത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട്, സന്തോഷത്തിൻ്റെ ഒരു ഭാഗമായിട്ട്, പലർക്കും അതൊരു പ്രഷറാണ്. ഇനി അടുത്ത പ്രയർ. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഡിലൈറ്റ് ആയിട്ട് മാറട്ടെ, ഡ്യൂട്ടി ആകരുത്. സ്തോത്രം, ഹല്ലേലൂയ. അതുപോലെ തന്നെ വർഷിപ്പ്, ആരാധന, അതൊരു മെക്കാനിക്കൽ ആകാൻ പാടില്ല. ഐസൻ ബ്രദറെ, വെൻ യു ലീഡ് പ്ലീസ് ടേക്ക് കെയർ. ഹല്ലേലൂയ. ആരാധന, ഇന്ന് സൺഡേ നമ്മൾ പ്രിപ്പയർ, പാട്ട്, ഇത് മ്യൂസിക്, യെസ് ഗോ. No, it should not be mechanical, but it has to be an intimate. ഇന്ന് ഞാൻ ആരാധിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അല്ലേ? സ്തോത്രം. ആഴത്തിൽ എന്നോട് ഇടപെടണമേ അല്ലേ? We need an intimate relationship from God. How about us? We have to be intimate when you and me praise and worship God. ആഴത്തിൽ, അത് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളും ആഴത്തിൽ അവൻ ആഗ്രഹിക്കുന്നു. യെസ്, നമ്മുടെ ആരാധന എന്ന് പറയുന്നത് ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ആകട്ടെ. നമ്മുടെ സർവീസ് എന്ന് പറയുന്നത് അത് നമ്മൾ ബിസി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാകാതെ എന്തായിരിക്കണം? ഒരു ഡിവോഷൻ ആയിരിക്കട്ടെ. നീ ഡിവോഷൻ ടൈം ഉണ്ടോ? ഉണ്ട്. ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു അല്പസമയം അല്ല, നമ്മൾ അവന് വേണ്ടി ചെയ്യുന്നത് ഒരു ഡിവോഷനായി മാറട്ടെ. നമ്മുടെ കോൺസെപ്റ്റ് മാറും, അവന് വേണ്ടി ചെയ്യുന്നതിൻ്റെ ആ കൗണ്ട് മാറും. ഇഫ് യു ടേക്ക് ഇറ്റ് ആസ് എ ഡിവോഷൻ ഫോർ ഹിം. ആരാധന അതൊരു ഇൻറ്റിമേറ്റ് ആയെങ്കിൽ ആ സമയത്തിന് സൺഡേ 30 മിനിറ്റ് ആരാധനയുടെ കാര്യമല്ല, അതിനപ്പുറത്തേക്ക് നീ പോകും. കാരണം ഇറ്റ് ഈസ് എൻ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഹിം. അതുപോലെ തന്നെ നമ്മൾ പ്രയർ എന്ന് പറയുന്നതോ ആരാധന എന്ന് പറയുന്നത്, സർവീസ് എന്ന് പറയുന്നതോ അത് ഒരു ഡ്യൂട്ടി അല്ല, പക്ഷെ അതൊരു ഡിലൈറ്റാണ്. ഞാൻ ആനന്ദിക്കുന്നതാണ്.
ഹല്ലേലൂയ. അവനോടുള്ള സ്നേഹം അല്ലേ? നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ ഡ്യൂട്ടി ആയിട്ടല്ല ചെയ്യുക അല്ലേ? വി ഡിലൈറ്റ്. ഐ നോ ജിജി ഡു തിങ്സ് ഫോർ മീ. ഷി റിയലി ഡു ഇറ്റ്, നോട്ട് ആസ് എ ഡ്യൂട്ടി. I 100% I tell you. She enjoyed doing that. And she do it very accurate, very perfect. She, even I never thought, but she do it in a very, very special way. Every day she surprised me, to be very frank. എല്ലാ ഭാര്യമാരും അങ്ങനെ തന്നെയാണ്. നിങ്ങളോട് ഞാനിവിടെ വന്ന് പറയാൻ പറഞ്ഞാൽ നിങ്ങളും അങ്ങനെ തന്നെ പറയും. പക്ഷേ then I got an opportunity, thank God for that, and I tell what is true. നമ്മുടെ കർത്താവിനോടുള്ള നമ്മുടെ സർവീസ് അങ്ങനെ ആയിരിക്കട്ടെ. കർത്താവിന് വേണ്ടി നമ്മുടെ ആഴത്തിൽ നിന്നൊന്ന് ചെയ്യാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മറ്റാരും കാണണ്ട. സ്തോത്രം. എന്നാൽ കാണുന്നവൻ അവൻ നമുക്ക് റിവാർഡ് തരും. സ്തോത്രം. നമ്മൾ received a lot of blessings, but we forgotten the blesser. അനുഗ്രഹം തരുന്നവനെ പലപ്പോഴും നമ്മൾ മറന്നു പോകും. അതുകൊണ്ട് യേശുവിന് ചോദിക്കാനുള്ളത് നമ്മോട് തന്നെ ഒന്ന് ചോദിച്ചാട്ടെ. ഡു ഐ ഗ്രോൺ ഇൻ ലവ് ഫോർ ജീസസ്? ഹാസ് മൈ ലവ് ഇൻക്രീസ്ഡ്? അവനുള്ള സ്നേഹം വർദ്ധിച്ചോ? ഇല്ലേ? 10 വർഷമായി, 15 വർഷമായി, 20 ഇല്ല 1 വർഷം. ഹല്ലേലൂയ. എത്രമാത്രം വളർന്നിട്ടുണ്ട്. ആ സ്നേഹം വളരുകയാണെങ്കിൽ നമ്മുടെ ആ കംഫർട്ട് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മാറും. ഇല്ല, പലപ്പോഴും നമ്മൾ കംഫർട്ടും അതുപോലെ നമ്മുടെ റൂട്ടീനും ആയതിലേക്ക് പോയി ആ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോയിട്ടുണ്ടാവും. ഹല്ലേലൂയ. ഇത് ടു ലൈറ്റായിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല. എഫെസോസിലെ ചർച്ചിനോട് പറഞ്ഞു അല്ലേ, നീ എല്ലാം നന്നായി ചെയ്തു, പക്ഷെ നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയി. അത് കഴിഞ്ഞ് 5-ാമത്തെ വാക്യം എന്താ പറഞ്ഞത്? വായിച്ചാട്ടെ. Revelation chapter 2 verse 5. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ആമേൻ. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് നോക്കിയിട്ട്, വീണത് ഒന്നേ ഉള്ളൂ അവിടെ കാണിച്ചത്. അതിൻ്റെ ഫ്രാക്ഷൻസ് ഉണ്ടോ നമുക്ക് അറിയത്തില്ല. ഒരുപക്ഷെ ആ ചർച്ചിന് മനസ്സിലാകും എവിടെയായിരുന്നു. എന്നാൽ ഇവിടെ പറയുന്നു, ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നീ എല്ലാം ചെയ്തു. നിന്റെ പ്രയത്നം, നിന്റെ പെർസിവറൻസ്, നിന്റെ ഹല്ലേലൂയ, നീ മറ്റുള്ളവരെ കണ്ടെത്തിയത്, ഇതൊക്കെ കള്ളന്മാരെ പിടികൂടിയത് ഒക്കെ ശരിയാ. പക്ഷേ നീ ഏതിൽ നിന്ന് വീണു എന്ന് മനസ്സിലാക്കിയിട്ട് എന്താ പറഞ്ഞേ? മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. കാരണം എന്താണെന്നറിയോ? അവിടെ ഒരു സ്നേഹമുണ്ടായിരുന്നു. ആദ്യത്തെ പ്രവൃത്തിയിൽ ഒരു ആദ്യ സ്നേഹമുണ്ടായിരുന്നു. പിന്നെ നാളുകൾ കഴിഞ്ഞപ്പോൾ പ്രവൃത്തി മാത്രമായി, സ്നേഹം ഇല്ല. അതുകൊണ്ട് പറയാം, നിന്റെ ആദ്യത്തെ പ്രവൃത്തി അല്ല ഞാൻ വരികയും നീ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ഓ, സംതിങ് വി നീഡ് ടു റിയലി ലുക്ക് ഇൻടു സീരിയസ്ലി. ഒരുപാട് ചെയ്തവരോടാ പറയുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാത്തതിനെയൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്ത് പോവുക. ഓ, സാരമില്ല. അങ്ങനത്തെ ഒരു ചർച്ചല്ല എഫെസോസ് ചർച്ച്. അവരെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തതാ. അവരുടെ പ്രവൃത്തിയിൽ, അവരുടെ പ്രയത്നത്തിൽ, എല്ലാത്തിലും നന്നായി ചെയ്തതാ. എന്നാലും സ്നേഹത്തിലില്ലാത്തത് കൊണ്ട് പറയുകയാണ്, നിന്റെ ഹല്ലേലൂയ ആ നിലവിളക്ക് ഞാൻ മാറ്റും കേട്ടോ. നമ്മളാണെങ്കിലോ എല്ലാം കോംപ്രമൈസ് ചെയ്ത് അങ്ങ് കൂട്ടത്തിൽ കൂടെ ഒരു പരുവായിട്ട് അങ്ങ് പോവുകയും ചെയ്യും. സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ചിന്ത പോലും ഇല്ല. ഇതൊക്കെ ചെയ്തവർക്ക്, അവരോട് സംസാരിച്ചാൽ അവർക്കറിയാം എന്തായിരുന്നു അവരുടെ സ്നേഹമെന്ന്. എന്തുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുക എഫെസോസ് അയ്യോ പാവം? അവരോട് പറയാൻ കാരണമുണ്ട്. എന്താണെന്നറിയാമോ? അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും. അവർ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി സീരിയസ് ആയിട്ട് എടുക്കുന്നവരാ. അതുകൊണ്ട് ആ ചർച്ചിനോട് പറയുന്നത്, നീ ഇതിൽ നിന്നും മാറാതിരുന്നാൽ നിന്റെ നിലവിളക്ക് അവിടെ നിന്ന് മാറും. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്നോടും നിങ്ങളോടും ദൈവം ഇത് സംസാരിക്കുന്നത്.
നമ്മൾ മാറും, നമ്മളത് വില കൽപ്പിക്കുമെന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടാണ് നമ്മോട് സംസാരിക്കുന്നത്. സ്തോത്രം. അവന് വേണ്ടത് നമ്മുടെ മിനിസ്ട്രിയുടെ കണക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ എത്രമാത്രം വളർന്നെന്നുള്ളതോ അല്ല. 60 അല്ല 70. പിന്നെ നമ്മൾ പറയും വന്നും പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാട്ടോ ഇത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് ആശ്വസിപ്പിക്കും. നോ വറി. കർത്താവിന് വേണ്ടി നീ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മളോട് തന്നെ ചോദിച്ചാൽ നമ്മൾ തന്നെ പറയും, എന്നെ വാസ്തവമായിട്ട് സ്നേഹിക്കാത്ത ഒരു വ്യക്തി എനിക്ക് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ എനിക്കത് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ യേശു പറഞ്ഞിട്ടുണ്ട് എന്തായാലും കുടിച്ചോണം, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുടിക്കും. പക്ഷേ നമ്മളെ പേഴ്സണലി നമ്മളെന്ത് പറയും, നമ്മുടെ യേശുവിനോ ഒരുപാട് പ്രവൃത്തി ചെയ്യുന്നവരാ, പാടുന്നവരാ, പ്രസംഗിക്കുന്നവരാ, പക്ഷേ അവൻ സ്നേഹം ഇല്ലെങ്കിൽ വേണോ യേശുവിന്? വേണ്ട, യേശുവിനും വേണ്ട. അതുകൊണ്ട് നമുക്ക് അവനോടുള്ള സ്നേഹത്തെ നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്യാം. സ്തോത്രം. ആദ്യത്തെ തന്നെ ഹല്ലേലൂയ അല്ലേ, നമുക്കറിയാം. നമ്മൾ വായിച്ചാട്ടെ മത്തായിയുടെ സുവിശേഷം 22 അതിൻ്റെ 36, 37 വാക്യങ്ങൾ. ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലുത് എന്ന് ചോദിച്ചു. ഏതാണ് വലുത്? ഇതൊക്കെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാ, അറിയാതെ പോയതൊന്നുമല്ല. ഏതാണ് ഏറ്റവും വലിയ കൽപ്പന? ന്യായപ്രമാണത്തിൽ. ന്യായപ്രമാണം മുഴുവൻ അറിയാവുന്നവരോടാ ചോദിക്കുന്നത്, അറിയാവുന്നവരാ വന്ന് ചോദിക്കുന്നത്. എന്താ പറഞ്ഞത്? യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവിനോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം. പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ നീ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ആ സ്നേഹത്തിന് നല്ല വില നീ കൽപ്പിക്കണം. അത് ഏറ്റവും നന്നായി നീ ചെയ്യണം. അതുകൊണ്ടാ പത്രോസിനോട് ചോദിച്ചതാ, നീ ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? അതിന് വില കൽപ്പിക്കുന്നവർ എന്തു ചെയ്യും? അതിനുവേണ്ടി ഉത്സാഹിക്കും. എനിക്ക് ഏറ്റവും അധികം സ്നേഹിക്കണം, ഇവരെക്കാൾ അധികം സ്നേഹിക്കണം, ഇവിടെ കൂടിയിരുന്ന എല്ലാവരെക്കാളും അധികം എനിക്ക് എൻ്റെ യേശുവിനെ സ്നേഹിക്കണം. എത്ര പേര് അങ്ങനെ ഒരു തീരുമാനമെടുക്കും? അപ്പോസ്തലനായിരുന്ന പൗലോസ് പറഞ്ഞു, 1 കൊരിന്ത്യർ 9:24 വായിച്ചാട്ടെ. ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുള്ളൂ എന്നറിയുന്നുവല്ലോ, നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവിൻ. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഓട്ടക്കളത്തിൽ ഒരുപാട് പേര് ഓടുന്നുണ്ട്. എന്നാൽ ഓടുന്നവൻ, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ പ്രയത്നം, നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മൾ വിചാരിച്ചു അതായിരിക്കുമെന്ന്. അത് ഉണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി മറ്റൊന്നുകൂടെ ഉണ്ട്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എങ്ങനെ ഓടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഒരുവൻ മാത്രമേ വിരുദ് പ്രാപിക്കത്തുള്ളൂ എന്ന പെർസ്പെക്റ്റീവിലായിരിക്കണം ഞാനും നിങ്ങളും ഓടുന്നത്. എനിക്ക് എല്ലാവരും ഓടുന്നുണ്ട്, പക്ഷേ എല്ലാവരേക്കാളും അധികം എനിക്ക് എൻ്റെ യേശുവിനെ സ്നേഹിക്കണം. യേശു അത് എക്സ്പെക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് യേശു പത്രോസിനോട് ചോദിച്ചത്, നീ അനേകരുടെ കൂടെയുണ്ട്, എന്നാൽ ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഹല്ലേലൂയ. അതിൽ കുറഞ്ഞൊന്ന് അവന് വേണ്ട. ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക്, നമ്മുടെ പ്രവൃത്തിയിൽ നമ്മളത് ചെയ്യാം, നമ്മുടെ കർത്താവിൻ്റെ സർവീസിൽ നമുക്കത് ചെയ്യാം. എന്നാൽ അതിനേക്കാൾ എല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് അവനെ സ്നേഹിക്കുന്നതിൽ മറ്റെല്ലാവരെക്കാളും അധികമായിട്ട് ഞാനത് ചെയ്യുമെന്ന് നമുക്ക് ഇന്നൊരു തീരുമാനത്തോടെ ആയിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ അവനോടുള്ള സ്നേഹത്തെ ഒന്ന് എക്സാമിൻ ചെയ്താട്ടെ. എനിക്ക് അവനോടുള്ള സ്നേഹം എത്രമാത്രമുണ്ട്? എല്ലാം റിസീവ് ചെയ്തതാ. ഒന്നുകൂടെ അതൊന്ന് ഹല്ലേലൂയ തിരിച്ചു വരട്ടെ, അല്ലെങ്കിൽ ഒന്നുകൂടെ അത് ഹല്ലേലൂയ റീകിൻഡിലാകട്ടെ, ഒന്നുകൂടെ അത് അതിൻ്റെ ഫ്ലെയിം കത്തി എരിയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന എല്ലാ ഡ്യൂട്ടീസും അത് ഒരു ഡിലൈറ്റായി മാറട്ടെ, ഒരു സന്തോഷമായി മാറട്ടെ. കർത്താവിന് വേണ്ടി ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നതായിരിക്കും, സന്തോഷത്തോടെ എൻ്റെ കർത്താവിന് വേണ്ടി. അതുപോലെ തന്നെ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത്, പല കാര്യങ്ങൾ വേണ്ടാന്ന് കർത്താവിന് വേണ്ടി ഓടുന്നത്, അതൊരു ജോയ്, അതൊരു ആനന്ദമായിട്ട്
മാറട്ടെ. അതുപോലെ തന്നെ നമ്മുടെ 2 മണിക്കൂർ ഇവിടെ നിന്ന് ആരാധിക്കുന്നത് മാത്രമാകാതെ നമ്മുടെ വർഷിപ്പ് എന്ന് പറയുന്നത് എൻ്റെ റൂട്ടീൻ ലൈഫ് എൻ്റെ ദൈവത്തോടുള്ള ഒരു ആരാധനയായി മാറട്ടെ. ആമേൻ. എൻ്റെ ജീവിതമാകട്ടെ ആരാധന. അല്ലേ, നമ്മൾ പാട്ടൊക്കെ പാടും അല്ലേ? എൻ്റെ ജീവിതം ഒരു ആരാധനയായി മാറട്ടെ. എൻ്റെ സർവീസ് എന്ന് പറയുന്നത് ഹല്ലേലൂയ അവനോടുള്ള ഒരു സന്തോഷം, ഒരു ജോയായി മാറട്ടെ. എൻ്റെ സാക്രിഫൈസുകൾ ആനന്ദമായി മാറട്ടെ. അല്ലേ, നമ്മൾ അവന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യം അത് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവന് വേണ്ടി സന്തോഷത്തോടെ ചെയ്യുന്നതായി തീരട്ടെ. നമ്മുടെ പെർസ്പെക്റ്റീവ് മാറട്ടെ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. പത്രോസിനോട് ചോദിച്ചതുപോലെ നമ്മോട് ഓരോരുത്തരോടും യേശു ചോദിക്കുകയാണ്. സ്തോത്രം. ഒരു പക്ഷേ അവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരായേക്കാം. ഒരു പക്ഷേ വളരെയധികം ഹല്ലേലൂയ സ്തോത്രം നമ്മൾ നന്മ അനുഭവിച്ചവരായിരിക്കാം, സേഫ്റ്റി അനുഭവിച്ചവരായേക്കാം, ഇന്ന് അനുഭവിച്ചു ഇരിക്കുന്നവരായേക്കാം. എന്നാൽ ദൈവത്തിന് നമ്മളോട് ചോദിക്കാനുള്ളത്, ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. യേശു ചോദിക്കും, ഇവരെക്കാൾ അധികമായി നീ നന്മ ലഭിച്ചു എന്ന് അഭിമാനിക്കുന്നതല്ലേ? നീ അവരെക്കാൾ അധികമായി നീ സ്നേഹിക്കുന്നുവോ? സ്തോത്രം. നിന്റെ ആദ്യ സ്നേഹമുണ്ടോ? ദൈവം ചോദിക്കുന്നതാണ്. എല്ലാവരും തങ്ങളെ തന്നെ ശോധന ചെയ്യുമ്പോൾ ഒരു പാട്ടിന്റെ വരികൾ പാടി.